ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. ചർച്ച തൃപ്തികരമായിരുന്നുവെന്നും മറ്റന്നാൾ നടക്കുന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷം അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. വിനീത വി ജി വിവരങ്ങൾ നൽകും ആലുവയിൽ നിന്ന്. വിനീത, ചർച്ച പോസിറ്റീവായിരുന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. 2 ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ എന്ന് എം കെ മുനീർ പറയുന്നു. പൊതുവെ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സമവായ നിർദ്ദേശം രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണല്ലോ നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് ചർച്ചകളിൽ രൂപപ്പെട്ടത് എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു സമവായം, അതിനുള്ളൊരു സാധ്യത തന്നെയാണ് തുടക്കം മുതൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സമവായത്തിലേക്ക് എത്തിച്ചേർന്നുവെന്ന് വേണം നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അനുമാനിക്കാൻ കഴിയുക. കാരണം ഒരു മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന്മേൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയത്. ഇപ്പോൾ അവരുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അതായത് ഈ ചർച്ച തൃപ്തികരമാണ് എന്നാണ്. 27-ന് കമ്മിറ്റി ചേർന്ന് ഈ ചർച്ചയിൽ നടന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം പ്രതികരിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ചേർന്ന ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടുവെന്നും പറയുന്നുണ്ട്. ഈ ചർച്ച വളരെ ഒരു പോസിറ്റീവ് ആയിരുന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഈ ഒരു മൂന്നാം സീറ്റ് എന്നത് ലീഗിന്റെ ആവശ്യം അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്, അങ്ങനെയുള്ളൊരു സാധ്യത തന്നെയാണ് കോൺഗ്രസും തേടുക. അതിൽ ഏത് തരത്തിലുള്ള സമവായത്തിലേക്കാണ് ഇപ്പോൾ ഇരുവരും എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇപ്പോൾ ലീഗ് നേതാക്കളാണ് ഈ ചർച്ച കഴിഞ്ഞ യോഗം പൂർത്തിയായി അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ 2 ദിവസത്തെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അതിനുശേഷം തങ്ങൾ എന്താണ് ഈ യോഗത്തിൽ നിന്നൊരു അന്തിമ തീരുമാനം ഉണ്ടായെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നൊക്കെയാണ് ഈ ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതേസമയം ചർച്ച കഴിഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഇനിയും നമുക്ക് ലഭ്യമായിട്ടില്ല. അവരിപ്പോഴും ഈ ആലുവ പാലസിൽ തുടരുകയാണ്. അതിനുശേഷം ഈ പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. ഈ തുടക്കം മുതൽ തന്നെ ഈ സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നിരുന്നു. സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള കടുത്ത നിലപാടിലേക്ക് പോകുമെന്നൊക്കെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഈ ലീഗിനെ അനുനയിപ്പിച്ചൊപ്പം നിർത്താൻ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അനൗദ്യോഗികമായിട്ടെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അതിലൊരു ഉറപ്പ് വേണം ഞങ്ങൾക്ക് എന്നുള്ളതൊക്കെയായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ചിരുന്നൊരു ആവശ്യം. ഇക്കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏത് തരത്തിലാണ് ആ സമവായത്തിലേക്ക് ഇരുവരും എത്തിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. അതിൽ അല്പസമയം മുൻപ് ഈ ലീഗ് നേതാക്കൾ പ്രതികരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു. ഈ ചർച്ച വളരെ തൃപ്തികരമായിരുന്നു. ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഈ കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഒരു പ്രതികരണം കൂടിയാണ് ലഭ്യമാകേണ്ടത്. ഒരുപക്ഷെ അവരുടെ ഒരു പ്രതികരണം കൂടി ലഭിക്കുമ്പോൾ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിജയകുമാർ. വിനീത തുടരുക. സലീം മാലിക് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, കോൺഗ്രസിന് മുന്നിൽ ഏതായാലും ലീഗിനെ കൂടി ഒപ്പം നിർത്താതെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് കോൺഗ്രസിൻ്റെ വളരെ വിദൂരമായ ഒരു ആശങ്കയായി നിൽക്കുന്നുണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഒരു സമവായ ഫോർമുല രൂപപ്പെടുത്തിയെടുക്കുക എന്നത് കോൺഗ്രസിൻ്റെ ആവശ്യം കൂടിയാണ്. രാജ്യസഭാ സീറ്റ് എന്നത് ഒരു ബലമുള്ള ഉറപ്പായി ലീഗിന് നൽകി വളരെ ദുർഘടമായ ഈ ഘട്ടം കോൺഗ്രസ് പിന്നിട്ടിട്ടുണ്ടാകും എന്നല്ലേ കരുതേണ്ടത്, അല്ലേ സലീം? വിജയകുമാർ, ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് തന്നെ ഒരു രാഷ്ട്രീയ ആകാംക്ഷ എന്ത് ഫോർമുലയാവും ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ വയനാട് സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സീറ്റ് തന്നെ നൽകാമെന്നൊരു ധാരണയ്ക്ക് നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ചില ശ്രമം ഉണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി മറ്റേതെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നൊരു സൂചന കൂടി ലഭിച്ച സാഹചര്യത്തിൽ അങ്ങനെയെങ്കിൽ ഉറപ്പായും ലോക്സഭാ സീറ്റ് തന്നെ നൽകാമെന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതല്ല, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്ന സാഹചര്യമാണെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്നുള്ളത് അത് തുടക്കം മുതൽ തന്നെ ലീഗ് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഈ 2 സീറ്റുകളും നൽകാൻ കഴിയാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് കോൺഗ്രസ് അറിയിച്ചിരുന്നതുമാണ്. പക്ഷേ ഈ മീറ്റിംഗിന് കയറിപ്പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മുഖഭാവമൊന്നും ആയിരുന്നില്ല ലീഗ് നേതാക്കൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അനുകൂലമായ ആ പാർട്ടിയുടെ തന്നെ ഈഗോയെ ഹർട്ട് ചെയ്യാത്ത നിലയിലുള്ള ഒരു തീരുമാനം ഉറപ്പായും ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ യോഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ വലിയ കടുംപിടുത്തത്തിന്
നിലപാടിലായിരുന്നു ലീഗ് ഉണ്ടായിരുന്നത്. അത് തങ്ങളുടെ ആവശ്യമാണെന്നും തങ്ങൾ അത് നേടിയെടുക്കും, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നതുൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടിരുന്നതുമാണ്. പക്ഷേ തിരിച്ചു വരുമ്പോഴുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വലിയ ഒരു അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ ഒരു അനുകൂലമായ വാർത്ത അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല MK മുനീർ തന്നെ പറയുകയും ചെയ്തു, ചർച്ച പോസിറ്റീവ് ആയിരുന്നു, മുസ്ലിം ലീഗ് അധ്യക്ഷൻ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന്. അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം സാധ്യത രാജ്യസഭാ സീറ്റിലെ വിട്ടുവീഴ്ച തന്നെയാണ്. പക്ഷേ രാജ്യസഭാ സീറ്റിലെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ പോലും സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് 2 രാജ്യസഭാ എംപിമാർ മുസ്ലിം ലീഗിന് ഉണ്ടാവുകയും 1 രാജ്യസഭാ എംപി മാത്രം കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലൊരു വിശാല മനസ്കതയോടുകൂടിയുള്ള ഒരു തീരുമാനമാണോ കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുള്ളത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ തീരുമാനത്തിന് മുൻപ്, ഈ യോഗത്തിന് മുൻപ് ഈ മുതിർന്ന 3 നേതാക്കളും VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗിനെ പിണക്കണ്ട എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലീഗ് യോഗത്തിൽ നടന്ന തീരുമാനങ്ങൾ ഹൈക്കമാൻഡിനെ തന്നെ ഇനി അറിയിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഹൈക്കമാൻഡ് തന്നെയാകും ഈ വിഷയത്തിലും തീരുമാനമെടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും എന്ത് ഫോർമുല ലീഗിന് മുൻപിൽ വെച്ചു, അത് ലീഗ് അംഗീകരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകേണ്ടത്. അത് 27-ാം തീയതിയാണ് അന്തിമ പ്രഖ്യാപനമെങ്കിലും അത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എന്തായിരിക്കും ആ രാഷ്ട്രീയ കൗതുകം, അങ്ങനെ ഒരു ഫോർമുല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. സലീം, സാധാരണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 3ാമതൊരു സീറ്റ് ചോദിക്കുക, ഉഭയകക്ഷി ചർച്ചയിലൂടെ കൂടുതൽ നിയമസഭാ സീറ്റ് നൽകും, അല്ലെങ്കിൽ രാജ്യസഭ ഒഴിവ് വരുമ്പോൾ പരിഗണിക്കും തുടങ്ങിയ ഉറപ്പുകൾ നൽകി തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിക്കലൊക്കെയാണ് ലീഗും കോൺഗ്രസും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ലീഗ് കുറെ കൂടി കടുത്ത നിലപാടെടുത്തു. എന്തായാലും ഒരു ഒത്തുതീർപ്പുണ്ടായാൽ അത് അണികളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒത്തുതീർപ്പിനെ ഈ ഘട്ടത്തിൽ ലീഗിന് വഴങ്ങാൻ കഴിയൂ. കാരണം ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഒറ്റയ്ക്ക് മത്സരിക്കാം, UDF യോഗത്തിൽ നിന്ന് ഇറങ്ങി വരാം, ആ മട്ടിലൊക്കെ നേതാക്കൾക്കിടയിൽ ചർച്ചകൾ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്. അപ്പോൾ കടുത്ത തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞൊരു പ്രതീതി ഉണ്ടാക്കിയ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പ് എന്ന് പറയുമ്പോൾ അത് അണികൾക്ക് ബോധ്യപ്പെടുത്തുന്ന, അണികളെ വിശ്വസിപ്പിക്കാവുന്ന ഒത്തുതീർപ്പിന് മാത്രമേ ലീഗിന് ഈ ഘട്ടത്തിൽ വഴങ്ങാൻ കഴിയൂ. അതിൽ ഒന്നുകിൽ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ 3ാമതൊരു സീറ്റ്, ഈ 2 ഉറപ്പിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായി കിട്ടിയിട്ടുണ്ടാകണം എന്ന് കരുതാം ഇപ്പോഴല്ലേ? വിജയകുമാർ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ ഈ രാജ്യസഭാ സീറ്റ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിൽക്കെ തന്നെ രാജ്യസഭാ സീറ്റ് നൽകാമെന്നൊരു പരസ്യമായ ഒരു പ്രഖ്യാപനം, അതൊരു വെറും വാഗ്ദാനം, നേതൃയോഗത്തിലെ വാഗ്ദാനമല്ല. അതിനപ്പുറത്തേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ രാജ്യസഭാ സീറ്റ് കൂടി പരസ്യമായി അത് ലീഗിന് എന്നൊരു പ്രഖ്യാപനത്തിലല്ലാതെ മറ്റൊരു നിലയിലും തൽക്കാലം വഴങ്ങാൻ ലീഗ് നേതൃത്വം തയ്യാറല്ല. കാരണം അത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള അണികളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു വലിയ തലവേദന തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ച 2 കൂട്ടരുടെയും ഈഗോ ആയിരുന്നു ഈ ചർച്ച ഇത്രയധികം നീട്ടിയത്. കാരണം സ്വാഭാവികമായി ഇത്രയധികം വലിയ ചർച്ചകൾ നീണ്ടുപോയതോടുകൂടി ആര് വിട്ടുവീഴ്ച ചെയ്താലും അതൊരു വലിയ പ്രശ്നമായി ആ പാർട്ടിയിലെ അണികളിലേക്ക് എത്തും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 കൂട്ടർക്കും തൃപ്തികരമായ എന്ത് ഫോർമുല എന്നത്, പക്ഷെ ആ ഫോർമുല എന്തായാലും ഒന്നുകിൽ രാജ്യസഭാ സീറ്റ് അതല്ലെങ്കിൽ ഒരു പാർലമെന്റ് സീറ്റ് എന്നത് തന്നെയാകും. അതിനപ്പുറത്തേക്ക് ഒരു സാധ്യത ഇനി UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നത് ഉൾപ്പെടെയുള്ള ഒരു കടന്ന വാഗ്ദാനം നേരത്തെ നൽകിയിരുന്നതാണ്. പക്ഷെ അത് ആദ്യ ഏകോപന സമിതി യോഗത്തിൽ ഉൾപ്പെടെ അക്കാര്യം അറിയിച്ചിരുന്നെങ്കിലും പക്ഷേ അതൊക്കെ പിന്നത്തെ കാര്യമായിരുന്നല്ലോ എന്നായിരുന്നു ലീഗ് നേതാക്കൾ സ്വീകരിച്ചിരുന്ന നിലപാട്. അതുകൊണ്ട് ആ നിലയിലേക്ക് നിയമസഭയുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പാവില്ല ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഡൽഹിയിലേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി എത്തും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാവും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വാങ്ങിയെടുത്തിട്ടുണ്ടാവുക. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ഈ എന്താണ് ധാരണ എന്നതിൻ്റെ മറ്റു ചില വിവരങ്ങൾ കൂടി വരും. വിനീത തുടരുന്നുണ്ട്. വിനീത, കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവരാരും ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അവരുടെ അനൗപചാരികമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ചർച്ച ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. അവർ ഇപ്പോഴും ഗസ്റ്റ് ഹൗസിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അവർ ഇനിയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അവർ കൂടി പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ഏത് തരത്തിലാണ് ഈ സമവായം എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ചർച്ച അവസാനിച്ച് ലീഗ് നേതാക്കൾ മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതും 1-2 വാക്കിൽ മാത്രമായിരുന്നു അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. ഈ ചർച്ച തൃപ്തികരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്, ഞങ്ങൾ തൃപ്തികരമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ എന്ത് തരത്തിലുള്ള ഒരു സമവായത്തിലേക്കാണ്
എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഈ വിട്ടുവീഴ്ചയ്ക്ക് ലീഗിനൊപ്പം നിർത്തിക്കൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം ഉൾപ്പെടെയുള്ള ചില അനുനയ നീക്കങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില സൂചനകളും തുടക്കം മുതൽ ലഭ്യമായിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഈ അനുനയത്തിന് ലീഗ് വഴങ്ങിയോ, അല്ലെങ്കിൽ ഈ കടുത്ത നിലപാടിലെടുത്ത ലീഗ് ഇപ്പോൾ ചർച്ച തൃപ്തികരമാണെന്ന് പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമാവുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ചില ഉറപ്പുകൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. അതിന് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ കൂടി ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുടെ കൂടി ഒരു പ്രതികരണം ഉണ്ടായേക്കും. വിജയകുമാർ, വിനീത, ഉഭയകക്ഷി ചർച്ച ഇനി ആവശ്യമില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചർച്ചകളുടെ ഒരു സാഹചര്യം കഴിഞ്ഞു, തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പണക്കാട് തങ്ങളെ കൂടി അറിയിച്ച് അദ്ദേഹം അത് പ്രഖ്യാപിക്കുക, അതാണല്ലോ ലീഗിൻ്റെ പതിവ് രീതി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്, പ്രഖ്യാപനം മാത്രം 27-ന് ബാക്കിയുള്ളൂ എന്നതാണ് ലീഗിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ. അതെന്തായാലും 27-ന് പറയാം എന്ന് എം കെ മുനീറും പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ UDF-ന് വലിയ തലവേദനയുണ്ടാക്കിയ ഒരു കീറാമുട്ടിയായ പ്രശ്നത്തിന് ആലുവ ഗസ്റ്റ് ഹൗസിലെ ചർച്ചയിലൂടെ ഏതാണ്ടൊരു പരിഹാരമായി എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്കും സമ്മർദ്ദത്തിലേക്കും ഒക്കെ UDF-നെ കൊണ്ട് എത്തിച്ചിരുന്നതാണ് ഈ ലീഗുമായുള്ള, അല്ലെങ്കിൽ ലീഗിന്റെ ഇങ്ങനെയുള്ളൊരു ആവശ്യം. അതായത് 2019-ലൊക്കെ സമാന ആവശ്യം ലീഗ് അന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത്തരത്തിലേക്കുള്ള ഒരു ഒറ്റയ്ക്കുള്ളൊരു മത്സരം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്കാക്കുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ മുന്നോട്ട് വെച്ച ചില അനുനയങ്ങൾക്ക് വഴങ്ങുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒത്തുതീർപ്പായിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. കാരണം നിലപാടിൽ ഉറച്ചു തന്നെയാണ് നേതാക്കൾ മുന്നോട്ട് പോയിരുന്നത്. അണികൾ ഉൾപ്പെടെയുണ്ട്. അതായത് മൂന്നാമതൊരു സീറ്റ് എന്നത് അവർക്ക് ലഭ്യമാകേണ്ട ഒരു ആവശ്യമാണെന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള അർഹത തങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളിലും മൂന്നാമതൊരു സീറ്റ് ലീഗിന് അർഹതപ്പെട്ടതാണെന്ന് അവർ വ്യക്തമാക്കുകയുമുണ്ട്. പക്ഷെ നിലവിലെ ഒരു സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറാകണമെന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിലെ പല നേതാക്കളും മുന്നോട്ട് വെച്ചൊരു കാര്യം. ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് നടന്ന ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഏത് തരത്തിലാണ് ഇനി ആ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് വേണം ഇനി മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ചർച്ച അത് പൂർണ്ണമായും തൃപ്തികരമായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരി വിനീത, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ചില വിവരങ്ങൾ വരുന്നത് മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട്, അക്കാര്യത്തിൽ ചില പ്രയാസങ്ങൾ വീണ്ടും കോൺഗ്രസ് അറിയിച്ചു എന്ന് ചില കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട്. ആധികാരികമായല്ല, സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നമുക്ക് കാത്തിരിക്കാം. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലാണ് ലീഗിന് ഉറപ്പ് കിട്ടിയിട്ടുള്ളത് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഔദ്യോഗികമായി പറയാറായിട്ടില്ല. അല്പസമയത്തിനകം നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ കൂടി പുറത്തേക്ക് വരണം, അപ്പോൾ മാത്രമേ കുറെ കൂടി വിവരങ്ങൾ വരൂ. എന്തായാലും മൂന്നാം സീറ്റിൽ ഉറപ്പ് കിട്ടിയോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. 10:45 പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് ശ്രീകോവിലിൽ നിന്ന് ഭദ്രദീപം പകർന്നത്. 2:30ക്കാണ് നിവേദ്യം. കേരളത്തിന് പുറത്തു നിന്നടക്കം ലക്ഷക്കണക്കിന് പേരാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. സ്മിത ഹരിദാസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സ്മിത, ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 2:30ക്ക് പൊങ്കാല നിവേദ്യം തളിക്കലെന്ന് നമ്മൾ പറയുന്ന ആ ചടങ്ങിനാണ്. വലിയ തിരക്ക്, അത് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. വലിയ ചൂടുമുണ്ട് അവിടെ. എന്തൊക്കെയാണ് അവിടെ നിന്ന് ഈ സമയത്ത് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അതുതന്നെയാണ്, വലിയ തിരക്കാണ്. അത് എത്ര പറഞ്ഞാലും തീരില്ല വിജയകുമാർ. ഇതിപ്പോൾ എത്ര സമയമായല്ലേ? സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു പൊങ്കാല നിവേദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചടങ്ങിലേക്ക് അങ്ങ് പോവുകയാണ്. ഇത് നിവേദ്യത്തിനുള്ള എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. പൊങ്കാലയിൽ കലത്തിലൊക്കെ എല്ലാം തിളച്ച് തൂയി കഴിഞ്ഞു. അത് അടച്ചിട്ടിട്ട് ഇവർ ക്ഷേത്ര ദർശനത്തിനായി വരുന്നവരെയാണ് ഈ കാണുന്നത്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. എവിടുന്നൊക്കെയോ വരുന്ന ഒരുപാട് മനുഷ്യരാണ്. അത് പ്രായഭേദമന്യേയുള്ള മനുഷ്യരുണ്ട്. ഇത്ര നേരം മണിക്കൂറുകൾ കാത്തിരുന്നിട്ടാണ് അവർ. അത് ദിവസങ്ങൾക്ക് മുൻപേ എത്തിയവരുണ്ട്, ഇന്നലെ വന്നവരുണ്ട്, 2 ദിവസം മുമ്പേ വന്നവരുണ്ട്, ഇന്ന് രാവിലെ അതിരാവിലെ പുറപ്പെട്ട് വന്നവരുണ്ട്. അങ്ങനെ എത്രയോ പേരാണ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ക്യൂ കണ്ടോ? ഇതിങ്ങനെ ചെറിയ ഇടവേളകളിൽ കടത്തിവിടാനുള്ള ക്യൂ ആണ്. അപ്പോൾ ദേവിയെ ദർശിച്ചിട്ട് വേണം ഇനി, അപ്പോഴേക്കും നിവേദ്യത്തിൻ്റെ സമയമാകും. തീർത്ഥം തളിച്ച് നിവേദ്യമായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനു മുമ്പേ ക്ഷേത്ര ദർശനത്തിന് മണിക്കൂറുകൾ ക്യൂ നിന്ന്. അമ്മ എവിടെ നിന്നാ? അമ്മ പൊന്മുടി വിതിരക്കകത്ത്. പൊന്മുടി ഒറ്റയ്ക്കാണോ അതോ കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഒറ്റയ്ക്കാണോ? എല്ലാ കൊല്ലവും ഇടാറുണ്ടോ? എല്ലാ വർഷവും ഇടാറുണ്ട്. അമ്മ എവിടെ നിന്നാ? നല്ല ചിരി അമ്മയുടെ. ഞാൻ പാവുമ്പ അത് കരുനാഗപ്പള്ളിക്ക് കുറെ പേരുണ്ട് അല്ലേ? കൂട്ടുകാരൊക്കെ ഉണ്ട് അല്ലേ?
നല്ല രസമാണ്. ഇന്ന് വന്നതാണോ? അല്ല, ശനിയാഴ്ച. അമ്മ എവിടുന്ന? പട്ടായിന്ന്. കൂട്ടുകാരുണ്ടോ? ഒരുമിച്ചാണോ? എവിടുന്നാ? എന്താ പേര്? മഞ്ജു. എവിടുന്നാ വരുന്നേ? കണിയാവൂര്. പൊങ്കാല ഇട്ടോ? എവിടെയാ അടുപ്പൊക്കെ ഉള്ളത്? സ്മിത, ക്ഷേത്ര പരിസരത്ത് നിന്നാണ് സ്മിത വിവരങ്ങൾ നൽകിയത്. ആളുകൾ ഇങ്ങനെ ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഗോപിക സുരേഷ് ചേരുന്നുണ്ട്. ഗോപിക തമ്പാനൂരിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ പൊങ്കാല നിവേദ്യം കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകാനുള്ള തിരക്ക് അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് തമ്പാനൂരാണ്. ഗോപിക, എന്താണ് അവിടുത്തെ കാഴ്ചകൾ, വിവരങ്ങൾ? അവിടെ നിന്ന് മടക്കയാത്രയ്ക്കൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലോ KSRTCയും ഒക്കെ, അല്ലേ? വിജയകുമാർ, ഇനി ഈ നൈവേദ്യത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ്. 2:30-ക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇവരൊക്കെ പൊങ്കാല ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചുപേർ ഭക്ഷണം കഴിക്കാനൊക്കെ മാറിയിട്ടാണുള്ളത്. കുംഭച്ചൂട് അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തണലുള്ള ഭാഗം നോക്കി ഇവർ മാറിയിരിക്കുകയാണ്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇനി ഈ പൊങ്കാല നൈവേദ്യം, അതിനുശേഷം തിരിച്ച് മടക്കയാത്ര. അതിനായി KSRTC പ്രത്യേക സർവീസുകൾ ഉണ്ട്. കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഒക്കെയുണ്ട്. അതിനൊക്കെയുള്ള ഒരു കാത്തിരിപ്പാണ് ഇനി ഉള്ളത്. 2:30-ക്കാണ് പൊങ്കാല നൈവേദ്യം. 300ഓളം ശാന്തിക്കാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവരൊക്കെ ഇഷ്ടവരം നേടി ആ ഒരു സംതൃപ്തിയോടെ മഹാപ്രവാഹമായി പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് ഈ തമ്പാനൂർ നഗരത്തിൽ നിന്ന് കാണാൻ സാധിക്കുക. തമ്പാനൂർ നഗരത്തിൽ ആ സമയത്ത് വലിയ തരത്തിലുള്ള തിരക്കായിരിക്കും. ഈ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ കൃത്യമായ ഗതാഗത സംവിധാനങ്ങളും പോലീസ് വിന്യാസവും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ അമ്മമാരൊക്കെ ഇനി പൊങ്കാല നൈവേദ്യത്തിനായി ഉള്ള കാത്തിരിപ്പിലാണ്. ഇരിക്കുന്ന അമ്മമാരോടൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. അമ്മേ, ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു. ഇനി പൊങ്കാല നൈവേദ്യത്തിനായുള്ള കാത്തിരിപ്പാണ്. സ്വസ്ഥമായിട്ടൊക്കെ ഇടാൻ പറ്റും. അത് തന്നെയാണ് ഇവർ പറയുന്നത്. വളരെ ആത്മസംതൃപ്തിയോടെ വളരെ സ്വസ്ഥമായി തന്നെ പൊങ്കാല ഇടാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ശരി ഗോപിക, എന്തായാലും തമ്പാനൂര് ഇനി ഈ പൊങ്കാലയുടെ നിവേദ്യം കൂടി കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. ആളുകൾ വീടുകളിലേക്കൊക്കെ മടങ്ങാൻ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനിത പഴവങ്ങാടിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനിത, പഴവങ്ങാടി ക്ഷേത്രത്തിനടുത്തൊക്കെ ധാരാളം ആളുകൾ രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായി പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്താണ് അവിടുത്തെ വിവരങ്ങൾ? എല്ലാവരും ആത്മസംതൃപ്തിയോടെയാണ് വിജയകുമാർ നിൽക്കുന്നത്. ഞാനിപ്പോൾ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണുള്ളത്. ദാ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ. ഇവിടെ എല്ലായിടത്തും പൊങ്കാല കലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ചേച്ചിമാരും അമ്മച്ചിമാരും എല്ലാവരും ഇതുപോലെ പൊങ്കാല ഇട്ട് കഴിഞ്ഞു. ഇനി അത് നിവേദിക്കാനുള്ള ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നല്ല വെയിലാണ്. അപ്പോൾ പലരും ഈ ഒരു സ്ഥലത്ത് നിന്ന് അല്പം മാറി നിന്നിട്ടുണ്ട്. പൊങ്കാല കലങ്ങളെല്ലാം നിറഞ്ഞു തൂവിയിട്ടുണ്ട്. ഈ തുളുമ്പി നിൽക്കുന്ന ഈ പൊങ്കാല കലങ്ങൾ വരാനിരിക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് എന്നാണ് വിശ്വാസം. ആളുകളെല്ലാം തന്നെ സംതൃപ്തിയോടെയാണ് ഇരിക്കുന്നത്. തങ്ങളുടെ സങ്കടങ്ങളെല്ലാം ആറ്റുകാലമ്മ മാറ്റിത്തന്നു. ഇനി വരുന്നത് ഐശ്വര്യത്തിന്റെ കാലമാണ് എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പോലീസുകാരുണ്ട്. ഈ ഭക്തർ മാറി നിൽക്കുമ്പോൾ മാറി നിൽക്കാതെ നിൽക്കുന്ന കുറേ അധികൃതരാണ്. അവർക്ക് വെയിലും മഴയും മഞ്ഞും ഒന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് സർക്കാരും മറ്റുദ്യോഗസ്ഥരും എല്ലാവരും. വിജയകുമാർ. യെസ്, ശ്രീനിത വിവരങ്ങൾ നൽകിയത് പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ്. 2:30-ക്കാണ് പൊങ്കാല സമർപ്പണം, പൊങ്കാല തളിക്കുക അല്ലെങ്കിൽ നിവേദിക്കുക എന്ന ചടങ്ങ്. അതിനുശേഷമാണ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നത്. യാത്ര അവരുടെ സുഗമമാക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ KSRTCയും റെയിൽവേയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള നടപടികളിലേക്കൊക്കെ പോവുകയാണ്. ലീഗിൻ്റെ 3ാം സീറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നു. 3ാം സീറ്റ് ഉണ്ടായേക്കില്ല, പകരം രാജ്യസഭാ സീറ്റ് ആയിരിക്കുമെന്ന സൂചന വരുന്നുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിൽ ഉണ്ടാകും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. നമസ്കാരം.